ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കിനുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഏകം നിത്യം വിമലമചലം സർവാദിസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ബാലായ നീലവകുഷേ നവകിങ്കിണീകജാലാഭിരാമജഗനായ ദിഗംബരായ ശാർദൂലദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേകജന്മാർജിതപാപചോരം ചോരാഗ്രഗണ്യം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ഗീതാഗോവിന്ദം 10ാം സർഗത്തിൽ അഷ്ടപതി 19 ഇന്നിവിടെ സ്മരിക്കുന്നത്. അത്രാന്തരേ മസൃണരോഷവശാദസീമന്നിശ്വാസ നിസ്സഹമുഖീം സുമുഖീമുപേത്യ സ്വവ്രീളവീക്ഷിതസഖീ വദനാം ദിനാന്തേ സാനന്ദഗദ്ഗദപദം ഹരിരിത്യുവാച. അതിനിടയിൽ ശ്രീകൃഷ്ണൻ സഖിയുടെ അനുനയം ഹേതുവായി അല്പം ക്രോധം കുറഞ്ഞവളും അധികമായ നെടുവീർപ്പ് കൊണ്ട് നിസ്സഹമായ മുഖത്തോടു കൂടിയവളും ലജ്ജയോടുകൂടി സഖിയുടെ മുഖത്തേക്ക് നോക്കുന്നവളും സുമുഖിയുമായ രാധയുടെ സമീപത്ത് സന്ധ്യാസമയത്ത് എത്തിച്ചേർന്നിട്ട് ആനന്ദം കൊണ്ട് ഗദ്ഗദാക്ഷരനായി ഇപ്രകാരം പറഞ്ഞു. ശ്രീകൃഷ്ണൻ രാധയെ അനുനയിച്ച് വശത്താക്കുവാനായി അവളെ പുകഴ്ത്തി പറയുന്നു. വദസി യദി കിഞ്ചിദപി ദന്തരുചി കൗമുദി. വദസി യദി കിഞ്ചിദപി ദന്തരുചി കൗമുദി ഹരതിദരതിമിരമധിഘോരം. വദസി യദി കിഞ്ചിദപി ദന്തരുചി കൗമുദി ഹരതിദരതിമിരമധിഘോരം. സ്ഫുരദരശീധവേ തവ വദനചന്ദ്രമാ രോജയതി ലോചനചകോരം. സ്ഫുരദരശീധവേ തവ വദനചന്ദ്രമാ രോജയതി ലോചനചകോരം. പ്രിയേ ചാരുശീലേ മുഞ്ജമയി മാന അനിദാനം. സബതി മദാനനലോ ദഹതി മമ മാനസം. മുഞ്ജമയി മാനമനിദാനം. സബതി മദനനലോ ദഹതി മമ മാനസം. ദേഹി മുഖകമല മധുപാനം. പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. നീ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ നിന്റെ ദന്തകാന്തിയാവുന്ന പൂനിലാവ് അതീവ ഘോരമായ ഭയമാകുന്ന അന്ധകാരത്തെ അകറ്റുമായിരുന്നു. സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ അധരമാകുന്ന മദ്യത്തിനു വേണ്ടി എൻ്റെ കണ്ണാകുന്ന ചകോരം നിന്റെ മുഖചന്ദ്രനിൽ നോക്കി കൊതിക്കുന്നു. മധുര സ്വഭാവത്തോടു കൂടിയ പ്രിയതമേ, എന്നിൽ ഒരു കാരണവും കൂടാതെയുള്ള ഈ ദുരഭിമാനം ത്യജിച്ചാലും സത്യമേവാസിയതി സുദതി മയി കോപിനി
ദേഹി ഖരനഗര ശരഖാദം ഖടയഭുജബന്ധനം ജനയരദഗണ്ഡനം യേന വാ ഭവതി സുഖജാതം പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. അല്ലയോ സുന്ദരി, നീ എന്നിൽ കോപിച്ചിരിക്കുമെന്നത് സത്യമാണെങ്കിൽ എന്നെ മൂർച്ചയേറിയ നഖങ്ങളെക്കൊണ്ട് വ്രണപ്പെടുത്തിയാലും ഭുജങ്ങളെക്കൊണ്ട് ബന്ധിച്ചാലും പല്ലുകളെക്കൊണ്ട് മുറിപ്പെടുത്തിയാലും ഏതുകൊണ്ടാണ് നിനക്ക് സുഖമുണ്ടാകുക അതെല്ലാം ചെയ്താലും. ത്വമസി മമ ഭൂഷണം ത്വമസി മമ ജീവനം ത്വമസി മമ ഭവജലധി രത്നം ത്വമസി മമ ഭൂഷണം ത്വമസി മമ ജീവനം ത്വമസി മമ ഭവജലധി രത്നം ഭവതു ഭവദീഹ മയി സതതമനുരാഗിണീ തത്ര മമ ഹൃദയമതി യത്നം ഭവതു ഭവദീഹ മയി സതതമനുരാഗിണീ തത്ര മമ ഹൃദയമതി യത്നം പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. രാധേ, നീ എൻ്റെ ഭൂഷണമാണ്. നീ എൻ്റെ ജീവിക്കുവാനുള്ള ഉപകരണമാണ്. നീ ഇല്ലാതെ ജീവിക്കുവാൻ സാധ്യമല്ല. നീ പ്രപഞ്ചമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച രത്നമാണ്. ഇവിടെ ഭവതി എല്ലായ്പ്പോഴും എന്നിൽ അനുരാഗവതിയായിരിക്കട്ടെ. അതിനുവേണ്ടി എൻ്റെ ഹൃദയം യത്നിച്ചുകൊണ്ടിരിക്കും. വിഷ്ണു ഭഗവാന്റെ വക്ഷസിൽ വിളങ്ങുന്ന കൗസ്തുഭരത്നം ലഭിച്ചത് പാൽക്കടൽ കടഞ്ഞ അവസരത്തിലാണെന്ന് പുരാണ പ്രസിദ്ധം. നീലനളിനാഭമഭി തന്നി തവലോചനം ധാരയതി കോകനദ രൂപം കുസുമശരഭാണഭാവേന യദി രഞ്ജയസി കൃഷ്ണമിദമേതദനുരൂപം പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. അല്ലയോ സുന്ദരി, നീലത്താമരയുടെ ശോഭയോടുകൂടിയ നിന്റെ കണ്ണുകളാകട്ടെ ചെന്താമരയുടെ രൂപത്തിലായിരിക്കുന്നു. കാമബാണമെന്ന വിചാരത്താൽ നീ ഈ കൃഷ്ണവർണ്ണത്തെ ചുവപ്പിച്ചിരിക്കുകയാണെങ്കിൽ അത് യുക്തം തന്നെ. നീ കാമഭാവത്തോടെ എന്നെ കടാക്ഷിച്ചാലും. സ്ഫുരതു കുജകുംഭയോരുപരി മണിമഞ്ജരി ഭൂഷയതു തവ ഹൃദയദേശം രസദുരശനാഭി തവ ഘനജഗനമണ്ഡലേ ഘോഷയതു മന്മദ നിദേശം പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. രത്നമാല നിന്റെ മാറിടത്തെ അലങ്കരിക്കട്ടെ. നിന്റെ തടിച്ച ജഗനമണ്ഡലത്തിൽ അരഞ്ഞാണം കിലുങ്ങട്ടെ. രതിക്രീഡയ്ക്ക് സമയമായി എന്ന കാമദേവൻ്റെ ആജ്ഞയെ വിളംബരം ചെയ്യട്ടെ. സ്ഥലകമലഗഞ്ജനം മമ ഹൃദയരഞ്ജനം
ജനിതരതിരംഗപരഭാഗം ഭണമസൃണവാണി കരവാണി ചരണദ്വയം സരസലസദ ലക്തഗസരാഗം പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. മനോഹരമായി സംസാരിക്കുന്ന രാധയെ, നീലത്താമരപ്പൂവിനെ ഹസിക്കുമാറ് ഭംഗിയുള്ളവയും എൻ്റെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നവയും രതിക്രീഡയിൽ പരിഭാഗശോഭ ചേർക്കുന്നവയുമായ നിൻ്റെ കാലുകളെ ചെമ്പഞ്ഞിച്ചാറ് പൂശി ചുവപ്പ് നിറമുള്ളവയാക്കി തീർക്കട്ടെയോ? പറഞ്ഞാലും. സ്മരഗരളഗണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവ മുദാരം ജലധിമയി ദാരുണോ മദനകദനാരുണോ ഹരതു തതു ബാഹിത വികാരം പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. കാമവികാരമാകുന്ന വിഷത്തെ നശിപ്പിക്കുന്ന നിന്റെ മനോഹരമായ പാദപല്ലവത്തെ എൻ്റെ ശിരസിൻ്റെ ഭൂഷണമാക്കി തന്നാലും. എന്നിൽ കഠിനമായ കാമപീഡയാകുന്ന സൂര്യൻ ജ്വലിക്കുന്നു. ആ ആപത്തിനെ നിന്റെ പാദപല്ലവം നശിപ്പിക്കട്ടെ. രാധയുടെ പാദപല്ലവങ്ങൾ വിഷഹരവും താപഹരവുമാണെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇതി ചടുല ചാടു പടു ചാരു മുരവൈരിണോ രാധികമതി വചനജാതം ജയതി പത്മാവതി രമണ ജയദേവ കവി ഭാരതി ഭണിതമിതി ഗീതം പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. ഇപ്രകാരം മുരവൈരിയാൽ രാധയോട് പറയപ്പെട്ടതും മനോഹരവും സമർത്ഥവുമായ വാക്കുകൾ പത്മാവതിയുടെ ഭർത്താവായ ജയദേവ കവിയാൽ പറയപ്പെട്ട ഗീതമായി ജയിക്കുന്നു. തൻ്റെ പേരിലുള്ള ശങ്കയെ ദൂരീകരിച്ച് തന്നോടുകൂടി രമിക്കുവാൻ രാധയോട് കൃഷ്ണൻ അപേക്ഷിക്കുന്നതാണ് ഇനിയത്തെ ശ്ലോകം. പരിഹരകൃതാതംഗേ പരിഹരകൃതാതംഗേ ശങ്കാം ത്വയാ സതതം ഘനസ്തനജഗനയാക്രാന്തേ സ്വാന്തേ പരാനവകാശിനീ വിശദി വിതനോരന്യോ ധന്യേ ന കോപി മമാന്തരം സ്തനഭരപരിരംഭാരംഭേ വിദേഹി വിധേയതാം. അല്ലയോ ധന്യേ, നീ ശങ്കയെ ദൂരീകരിച്ചാലും നിന്നാൽ എല്ലായ്പ്പോഴും ആക്രമിക്കപ്പെടുന്നതും വ്യസനഭരിതവും മറ്റാർക്കും അവകാശമില്ലാത്തതുമായി എൻ്റെ മനസ്സിൽ ദേഹമില്ലാത്ത കാമദേവനൊഴികെ മറ്റൊരാളും പ്രവേശിക്കുകയില്ല. നിന്നെ ആലിംഗനം ചെയ്യാൻ എന്നിൽ അനുകൂല ഭാവത്തെ ചെയ്താലും. രാധയുടെ പരിഭവവും വൈമുഖ്യവും ത്യജിച്ച് തന്നെ സ്വീകരിക്കുവാൻ ശ്രീകൃഷ്ണൻ അവളോട് അപേക്ഷിക്കുന്നതാണ് അടുത്ത ശ്ലോകം. വ്യഥയതി വൃതാമൗനം തന്നീ പ്രഭഞ്ജയ പഞ്ചമം തരുണീ മധുരാലാപൈസ്താവം വിനോദയ ദൃഷ്ടിഭി സുമുഖീ വിമുഖീ ഭാവം താവത് വിമുഞ്ച ന മുഞ്ചമാം സ്വയമതിശയ സ്നിഗ്ധോ മുഗ്ധേ പ്രിയോഹമുപസ്ഥിത.
അല്ലയോ സുന്ദരി, കാരണം കൂടാതെയുള്ള നിന്റെ മൗനം എന്നെ വേദനിപ്പിക്കുന്നു. മധുര വാക്കുകളെ കൊണ്ട് കുയിലിൻ്റെ സ്വരത്തിൽ എന്നോട് സംസാരിക്കൂ. ഹേ തരുണി, നിന്റെ കടാക്ഷ വീക്ഷണത്താൽ എൻ്റെ താപത്തെ ഇല്ലായ്മ ചെയ്താലും. ഹേ സുമുഖി, നിന്റെ വൈമുഖ്യത്തെ ഉപേക്ഷിക്കുക, എന്നെ ഉപേക്ഷിക്കാതിരിക്കുക. ഹേ മുഗ്ധേ, ഭവതിയിൽ അതിശയിക്കത്തക്ക സ്നേഹമുള്ളവനും പ്രിയതമനുമായി ഞാൻ ഇതാ തന്നെത്താൻ വന്നെത്തിയിരിക്കുന്നു. ഈ ശ്ലോകത്തിലെ ഓരോ പാദത്തിലുമായി തന്നി, തരുണി, സുമുഖി, മുഗ്ധ എന്നിങ്ങനെ ഓരോ മധുരപദങ്ങൾ പ്രയോഗിച്ച് ശ്രീകൃഷ്ണൻ രാധയെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നതായി കവി കാണിക്കുന്നു. തന്നെത്താൻ അവളുടെ സമീപത്തെത്തിയ തന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുതെന്നാണ് ശ്രീകൃഷ്ണൻ്റെ അപേക്ഷ. മുഗ്ധേ വിദേഹിമയി നിർദ്ദയദന്തദം ശതോർവല്ലിബന്ധ നിബിഡസ്തന പീഡനാനി ചണ്ഡീ ത്വമേവ മുദമഞ്ജ ന പഞ്ചബാണ ചണ്ഡാലകാണ്ഡദള നാദസവ പ്രയാന്തു. അല്ലയോ സുന്ദരി, എന്നിൽ നിർദ്ദയമായി ദന്തക്ഷതം ഏൽപ്പിക്കുക, കരവല്ലികളാൽ എന്നെ ബന്ധനസ്ഥനാക്കുക, ഇടതൂർന്നു നിൽക്കുന്ന മാറിടം കൊണ്ട് എന്നെ ആലിംഗനം ചെയ്യുക എന്നിങ്ങനെയുള്ളതെല്ലാം ചെയ്താൽ അതിയായി കോപിച്ചവളെ, നീ അങ്ങനെ സന്തോഷത്തെ പ്രാപിച്ചാലും കാമദേവനാവുന്ന നീചൻ്റെ അസ്ത്രങ്ങളുടെ പീഡനത്താൽ എൻ്റെ പ്രാണങ്ങൾ പോകാതിരിക്കട്ടെ. രാധ തന്നിൽ മുൻപറഞ്ഞ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുന്നതാണ് കാമദേവൻ്റെ ശരപീഡനയേക്കാൾ മെച്ചമെന്നും അവൾ അപ്രകാരമുള്ള പീഡനങ്ങൾ ഏൽപ്പിച്ചാൽ തൻ്റെ കാമവികാരത്തെ അത് ശമിപ്പിക്കുമെന്നും അല്ലെങ്കിൽ താൻ കാമൻ്റെ കൈകൊണ്ട് മരിച്ചേക്കുമെന്നുമാണ് കൃഷ്ണൻ്റെ വാക്കുകൾ അർത്ഥമാക്കുന്നത്. രാധയുടെ സൗന്ദര്യത്തെ ശ്രീകൃഷ്ണൻ പ്രശംസിക്കുന്നതാണ് അടുത്ത 3 ശ്ലോകങ്ങൾ. ബന്ധുഗദ്ദുതി ബാന്ധവോയമധര സ്നിഗ്ധാ മധുകച്ഛവീർ ഗണ്ഡശ്ചണ്ഡിചകാസ്തി നീലനളിന ശ്രീമോചനം ലോചനം നാസാന്യേതി തിലപ്രസൂന പദവീം കുന്ദാഭദന്തി പ്രിയേ പ്രായസ്ത്വന്മുഖസേവയാ വിജയതേ വിശ്വം സപുഷ്പായുധ. അല്ലയോ അത്യധികം കോപശാലിയായ രാധേ, നിന്റെ ഈ അധരം ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തി തേടുന്നു. 2 കവിൾത്തടങ്ങളും ഇരിപ്പപ്പൂവിൻ്റെ ശോഭയുള്ളവയാണ്. കണ്ണ് നീലത്താമര ഇതളിനെ അതിശയിക്കുന്നു. മൂക്ക് എള്ളിൻ പൂവിൻ്റെ മനോഹാരിതയെ പിന്തുടരുന്നു. അല്ലയോ മുല്ലമുട്ടിന് തുല്യമായ ശോഭയുള്ള പല്ലുകളോടുകൂടിയ പ്രിയതമേ, നിന്റെ മുഖത്തിൻ്റെ സേവ കൊണ്ടാണ് കാമദേവൻ മിക്കവാറും ലോകത്തെ ജയിക്കുന്നത്. ദൃശൗ തവ മദാലസേ വദനമിന്ദുമത്വന്നിതം ഗതിസ്തവ മനോരമാ വിജിതരംഭം ഊരുദ്വയം രതിസ്തവ കലാവതി രുചിരചിത്രലേഖേ ബ്രുവാനഹോ വിഭുതയൗവനം വഹസി തന്നി പൃഥ്വീഗതാ. അല്ലയോ സുന്ദരി, നിന്റെ കണ്ണുകൾ അഹങ്കാരം കൊണ്ട് അലസങ്ങളാണ്. നിന്റെ മുഖം പൗർണമിക്ക് തുല്യമാണ്. നിന്റെ ഗമനം മനസ്സിനെ രമിപ്പിക്കുന്നതാണ്. നിന്റെ കാമലീലകൾ കലായുക്തങ്ങളാണ്. പുരികക്കൊടികളാകട്ടെ മനോഹരമായ ചിത്രരേഖകൾ ഉള്ളവയാണ്. നീ ഭൂമിയിൽ വന്ന് പിറന്നവളെങ്കിലും ദേവസ്ത്രീകളുടെ യൗവനം വഹിക്കുന്നു. മദാലസ, ഇന്ദുമതി, മനോരമ, രംഭ, കലാവതി, ചിത്രലേഖ എന്നതെല്ലാം അപ്സരസുകളുടെ പേരുകളാണ്. ഈ അപ്സരസുകളോടെല്ലാം രാധ സാദൃശ്യം വഹിക്കുന്നു എന്ന അർത്ഥവും വ്യംഗ്യമായി അടങ്ങിയിരിക്കുന്നു. ശശിമുഖീ തവ ഭാതി ബംഗുരാഭ്രൂ യുവജനമോഹകരാളകാളസർപ്പീ തദുദിത വിഷഭേഷജം ത്യുഹൈകാത്വ അധരശിതു സുദൈവ ഭാഗ്യഭോഗ്യ. ഹേ ചന്ദ്രമുഖി, നിന്റെ വളഞ്ഞ പുരികക്കൊടി യുവാക്കൾക്ക് മോഹം വളർത്തുന്ന കൃഷ്ണസർപ്പമായി ശോഭിക്കുന്നു. അതിൽ നിന്നുത്ഭവിക്കുന്ന വിഷത്തിനുള്ള ഔഷധമാകട്ടെ ഭാഗ്യവാന്മാരാൽ മാത്രം അനുഭവയോഗ്യമായി നിന്റെ അധരസുതയാവുന്ന മദ്യം ഒന്ന് മാത്രമാണ്. അടുത്ത ശ്ലോകം കവിയുടെ പ്രാർത്ഥനാ ശ്ലോകമാണ്. പ്രീതിം വസ്തനുതാം ഹരികുവലയാ പീഡേന സാർദ്ധം രണേ
രാധാവീന പയോധരസ്മരണകൃത് കുംഭേന സംഭേദവാൻ യത്ര സിദ്ധ്യതി മീലദീക്ഷണമഥ ക്ഷിപ്തേ ദിവേ വീക്ഷണാത് കംസസ്യാധ ബലേ ജിതം ജിതമിതി വ്യാമോഹകോലാഹല. കുവലയാപീഠം എന്ന കംസന്റെ ആനയുമായുണ്ടായ യുദ്ധത്തിൽ കൃഷ്ണൻ രാധയുടെ സ്തനങ്ങളെ സ്മരിപ്പിക്കുന്ന അതിൻ്റെ കുംഭങ്ങളുമായുള്ള ചേർച്ചയിൽ വിയർക്കുന്നവനും കണ്ണടയ്ക്കുന്നവനുമായി, എങ്കിലും ക്ഷണത്തിൽ തന്നെ ബോധവാനായി ആനയുടെ മസ്തകത്തിൽ അടിച്ച് അതിനെ വധിച്ചു. അനന്തരം കംസന്റെ സൈന്യത്തിൽ ജയിച്ചു ജയിച്ചു എന്ന് വെറും വ്യാമോഹം കൊണ്ടുള്ള കോലാഹലമുണ്ടായി. അതിന് കാരണക്കാരനായ ആ ശ്രീഹരി നമ്മൾക്ക് പ്രീതിയെ ഉണ്ടാക്കട്ടെ. ആനയുടെ കുംഭങ്ങൾ കണ്ടപ്പോൾ രാധയുടെ സ്തനങ്ങൾ ഓർമ്മ വന്ന് ശ്രീകൃഷ്ണൻ പെട്ടെന്ന് സ്തബ്ധനായി വിയർക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്തു. അതുകണ്ട് കംസപക്ഷിയർ തങ്ങൾ ജയിച്ചതായി കരുതി കോലാഹലമുണ്ടാക്കി. കുവലയാപീഠത്തിൻ്റെ കുംഭങ്ങളെ കണ്ടപ്പോൾ അവ ഗോപികമാരുടെ കുജകലശങ്ങളായി മത്സരിക്കുകയാണെന്ന് ശ്രീകൃഷ്ണന് തോന്നിയെന്ന് നാരായണീയം 75-ാം ദശകം 2-ാം ശ്ലോകത്തിലും സരസമായി ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിട്ടുണ്ട്. ഗോപീ കുജകലശ ചിരസ്പർദ്ദിനം എന്നാണ് പ്രയോഗം. കുവലയാപീഠത്തെ വധിച്ച സന്ദർഭമാകയാൽ ഹരി എന്ന പദപ്രയോഗം അത്യധികം ഉചിതം തന്നെ. ഇതോടുകൂടി ഗീതാഗോവിന്ദം 10-ാം സർഗം അഷ്ടപതി 19 ഇവിടെ പൂർണ്ണമാവുന്നു. ഈ അക്ഷരമാല്യങ്ങളെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ സവിനയം അർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ. നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.